പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള ഇടതുമുന്നണി അസാധാരണമായ ഒരു പ്രതിസന്ധിയെ ആണ് നേരിടുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ പ്രതിസന്ധി ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രി മറ്റു വകുപ്പ് മന്ത്രിമാരുടെ കാര്യങ്ങളിൽ അടക്കം ഇടപെടുന്നു എന്നും മുഖ്യമന്ത്രി ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുമുള്ളതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികളിൽ വലിയ അതൃപ്തിയും അന്ന് പ്രകടമായിരുന്നു. ഇപ്പോഴിതാ പ്രതിപക്ഷത്താണ് ഇടതുമുന്നണിയുള്ളത്. ആ ഇടതുമുന്നണിയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്നത് CPIM ആണ്. അത് കഴിഞ്ഞാൽ CPI ആണ്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം പുതിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് കാരണം ഇന്നലെ നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞ ഒരു പ്രതികരണം ആണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതിപക്ഷ ഉപനേതാവ് CPIM നിന്ന് തന്നെ ആകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് പിണറായി വിജയൻ ചെയ്തത്. ഇപ്പോഴിതാ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വവും രണ്ട് ചേരിയിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം എന്നത് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ പിണറായി വിജയന്റെ ഈ പ്രതികരണം ഉണ്ടായതിനു ശേഷം ബിനോയ് വിശ്വം പറഞ്ഞത് ഒട്ടും പക്വതയില്ലാത്ത പ്രതികരണമായി പോയി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ്. അതായത് ഈ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ പ്രേക്ഷകർ ഓർക്കേണ്ടത് ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് എന്നതാണ് പദവി. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ തലപ്പത്തുള്ളവരാണ് ആശയവിനിമയം നടത്തേണ്ടത്. അവരാണ് ഇതിൽ കൃത്യമായ മറുപടി നൽകേണ്ടത്. അവിടെയാണ് പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകിയത്. CPIM-ൽ നിന്ന് തന്നെയാകും പ്രതിപക്ഷ ഉപനേതാവ് എന്നത്. അതായത് ഏകപക്ഷീയമായ ഒരു പ്രതികരണം അത് ആണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ആ പ്രതികരണത്തിൽ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് ഇപ്പോൾ CPI ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, CPIM-ഉം CPI-യും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ഉലഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരുപക്ഷെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, മുന്നണിക്കകത്ത് അസ്വാരസ്യങ്ങളില്ല എന്നൊക്കെയാണ് നേതാക്കൾ പറയുന്നത് എങ്കിൽ പോലും ഈ മറുപടി നല്ല നിലയിൽ തന്നെ CPIയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയിലേക്കും അതിന് പിന്നാലെ മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണം വ്യാപിച്ചപ്പോൾ അടക്കം അന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന്. അതായത് ഇടതുപക്ഷം ഒറ്റക്കെട്ടായി ഇതിനെ ചെറുക്കുമെന്ന് പറഞ്ഞപ്പോഴായിരുന്നു ഇടതുമുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റക്കക്ഷിയായിട്ടുള്ള CPI വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ടുകൂടിയാണോ പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ ഇന്നലെ സംസാരിച്ചത് എന്നതുണ്ട്. എന്തായാലും CPI-യും CPIM-ഉം രണ്ട് തട്ടിൽ നിൽക്കുമ്പോൾ അത് മുന്നണി കെട്ടുറപ്പിനെ ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് പുതിയ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വലിയ പ്രക്ഷോഭ പരിപാടികൾ അടക്കം പ്രതിപക്ഷത്തിന് ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് ഇടതുമുന്നണി യോഗം. അത് നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇടതുമുന്നണി യോഗം വൈകുന്നു, കൃത്യമായി യോഗം ചേരാൻ സാധിക്കുന്നില്ല. സർക്കാരിനെതിരായ സമര പരിപാടികൾ, പ്രതിഷേധ പരിപാടികൾ ഇടതുമുന്നണിക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല, തീരുമാനിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴെല്ലാം ഇടതുമുന്നണി ഒറ്റക്കെട്ടാണ്. പക്ഷേ ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഒറ്റക്കെട്ടായുള്ളൊരു മറുപടി നൽകാൻ CPIM-നോ CPI-ക്കോ ഇപ്പോഴും സാധിക്കുന്നില്ല. അതിനിടെയായിരുന്നു പിണറായി വിജയന്റെ ഉറപ്പിച്ചുള്ള നിലപാട് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. അതിൽ ബിനോയ് വിശ്വം മറുപടിയും നൽകിക്കഴിഞ്ഞു. പക്ഷേ ഉയരുന്ന ചോദ്യം, എങ്കിൽ പിന്നെ എന്തിനാണ് ഇനിയൊരു ഉഭയകക്ഷി ചർച്ച? അല്ല എങ്കിൽ മുന്നണിക്കകത്ത് CPI-യും CPI-യും തമ്മിൽ ഇനിയൊരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലല്ലോ ഡാൻ. പൊള്ളയായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതികരണം നടത്തുന്ന ഒരു ശൈലിയല്ല പിണറായി വിജയൻ്റേത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഒക്കെ കാച്ചിക്കുറുക്കി തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. അങ്ങനെ ഒരു ചോദ്യത്തിന് വളരെ വ്യക്തമായി പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPM-ൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് പിണറായി വിജയൻ ഉറപ്പിച്ച് പറയുമ്പോൾ അതൊരു ഒറ്റയാൻ പരാമർശം അല്ലെങ്കിൽ വാശിപ്പുറത്തുള്ള വൈകാരികമായ പരാമർശം എന്നൊന്നും കണക്കാക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് കൃത്യമായ ബോധ്യത്തോടെ തന്നെ നടത്തിയ പരാമർശമായി വ്യാഖ്യാനിക്കേണ്ടി വരും. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച കാര്യം, ED കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ തുടർച്ച മുഹമ്മദ് റിയാസിലേക്ക് എത്തുമെന്ന രാഷ്ട്രീയ പ്രചാരണങ്ങളും അഭ്യൂഹങ്ങളും ഏറുന്നതിനിടയിൽ CPI കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണം, ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ,
ബിസിനസ്സിനെയും രാഷ്ട്രീയത്തെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്ന തരത്തിലായിരുന്നു. അതായത് വീണയുടെ അന്വേഷണം വീണ തന്നെ നേരിടട്ടെ, അതിൽ പാർട്ടിയോ മുന്നണിയോ ഒരു തരത്തിലുള്ള പ്രതിരോധവും തീർക്കേണ്ടതില്ല എന്നൊരു നിലപാട് CPI സ്വീകരിച്ചു. അതിൽ CPM പാർട്ടിയും പിണറായി വിജയൻ വ്യക്തിപരമായും കടുത്ത അമർഷത്തിലായിരുന്നു. ആ അമർഷം മറനീക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അത് CPM-ന് തന്നെ അവകാശപ്പെട്ടതാണ് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. പക്ഷേ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. അദ്ദേഹം അങ്ങനെ പറയുമെന്ന് വിശ്വസിക്കാനേ ആവുന്നില്ല. അദ്ദേഹത്തിൻ്റെ പദവിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിനും നിരക്കാത്ത വിരുദ്ധമായ പ്രതികരണമാണ് നടത്തിയത് എന്നായിരുന്നു ബിനോയ് വിശ്വം ഇതിനോട് പ്രതികരിച്ചത്. എന്തായാലും CPM-ഉം CPI-യും തമ്മിൽ നേരത്തെ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ PM ശ്രീ വിഷയത്തിലടക്കം എങ്ങനെയാണത് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പ്രതിഫലിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അത് അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. തീർച്ചയായും അവിടെ ഡാൻ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി CPI-ക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട്. ജനങ്ങൾ എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് അകന്നുപോയത്, മുന്നണിയിൽ നിന്ന് അകന്നുപോയത്. മാത്രവുമല്ല, ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഇപ്പോൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്ത വകുപ്പുകളാണ്. അത് കഴിഞ്ഞാൽ റവന്യൂ മന്ത്രി CPI-യുടേതായിരുന്നു, രാജനായിരുന്നു എന്നൊക്കെ അറിയാം. ആ കാലഘട്ടത്തിലും മുഖ്യമന്ത്രി പല വിഷയങ്ങളിലും കൈകടത്തുന്നു, മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പ്രതിപക്ഷത്താണ് പിണറായി വിജയൻ ഇരിക്കുന്നത്. അപ്പോൾ പോലും ഈ മട്ടിലുള്ള ഏകപക്ഷീയമായ മറുപടികളാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അത് സ്വാഭാവികമായും CPI-യിൽ വലിയ അതൃപ്തിയല്ലേ സൃഷ്ടിക്കുന്നത്? തീർച്ചയായിട്ടും അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എടുത്ത തീരുമാനങ്ങൾ, CPI-യുടെ വകുപ്പുകളിലടക്കം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അതൊക്കെ വലിയ അമർഷങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് പരസ്യമായി തന്നെ പാർട്ടി സെക്രട്ടറിയും മറ്റ് ഭാരവാഹികളും അതുമായി ബന്ധപ്പെട്ട എതിർ സ്വരം ഉയർത്തുകയും ഭിന്നസ്വരം ഉയർത്തുകയും അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയുമൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. PM ശ്രീയിൽ നിന്ന് എങ്ങനെയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നത്, തൽക്കാലത്തേക്കെങ്കിലും പിന്നോട്ട് പോകേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ CPI എടുത്ത കടുത്ത നിലപാട് തന്നെയാണ് ആ സാഹചര്യങ്ങളിലേക്കൊക്കെ വഴിവെച്ചത്. അന്ന് ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു എന്നത് CPM-ന് മുമ്പിൽ പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു, സർക്കാരിന് മുമ്പിൽ. പക്ഷേ ഇപ്പോൾ ഇനി അങ്ങനെയൊന്നും നോക്കാനില്ല. അതുകൊണ്ടാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ടതില്ല, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ് എന്ന നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. KN ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവാക്കാനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തുന്നത്, CPM നടത്തുന്നത് എന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നതാണ്. അതിനോട് ചേർത്ത് വെക്കാവുന്ന തരത്തിലാണ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളും. പക്ഷേ അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. മുന്നണി സംവിധാനത്തിൽ ഏകപക്ഷീയമായി അല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ഒറ്റക്കെട്ടായി കൂടിയാലോചിച്ച് ചർച്ചകൾക്കൊടുവിലാണ് ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തേണ്ടതെന്ന നിലപാടിലാണ് CPI ഉള്ളത്. അതാണ് ബിനോയ് വിശ്വമടക്കം ഇന്നലെ നടത്തിയ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മുന്നണി യോഗം ചേരാത്തതുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് നൽകുന്ന ഉത്തരം പ്രതിപക്ഷ ഉപനേതൃ പദവി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, മുന്നണിയിൽ ചർച്ച ചെയ്യാതെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനാവില്ല എന്നാണ്. പക്ഷേ ഒരു ചർച്ചയും ചർച്ചയിലേക്ക് കടക്കാതെ തന്നെ CPM നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അത് പരസ്യമാക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ പരസ്യമായ നിലപാടുമായി CPM മുമ്പോട്ട് പോയാൽ CPI മുന്നണിയിൽ ഏത് തരത്തിലുള്ള ഒരു നിലപാടിനെ സ്വീകരിക്കും? നിയമസഭയിൽ ഇനി ഒറ്റ ബെഞ്ചായി തങ്ങൾ മാറിയിരുന്നു കൊള്ളാം എന്ന ഒരു കടുത്ത നീക്കത്തിലേക്കൊക്കെ CPI കടക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. യെസ്, അതോടൊപ്പം ഈ പൊതുവിൽ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രൈക്ക് റേറ്റ് പരിശോധിച്ചാൽ അതിലിപ്പോൾ ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ പ്രതിപക്ഷത്ത് CPI തന്നെയാണ്. പക്ഷേ മത്സരിച്ച സീറ്റുകൾ, വിജയിച്ചവരുടെ എണ്ണം അങ്ങനെ നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് CPI ആണ്. ഇവിടെ ഒരു മുന്നണി സംവിധാനമാണ്, അവിടെ എല്ലാവർക്കും ഇടം ലഭിക്കേണ്ടതുണ്ട്. CPIM പലപ്പോഴായി ഒരു വെല്ലേട്ടൻ മനോഭാവം പുലർത്തുന്നു എന്നുള്ളത് ഘടകകക്ഷികളുടെ പൊതുവിലുണ്ടാകുന്ന ഒരു എതിർപ്പും വിയോജിപ്പുമാണ്. പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ പോലും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണല്ലോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിത്രത്തിലെ ഇല്ലാതെ പോയ കേരള കോൺഗ്രസ് M അടക്കമുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ CPIക്ക് കൃത്യമായൊരു ഇടം ലഭിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ഒരു തിരിച്ചുവരവിന് കളം ഒരുങ്ങില്ല എന്ന് CPI കണക്ക് കൂട്ടുന്നുണ്ടോ? അതിനെതിരെ ഈ തരത്തിൽ, അതായത് പിണറായി വിജയൻ ഉറപ്പിച്ചു പറയുന്നു പ്രതിപക്ഷ ഉപനേതാവ് CPIയിൽ നിന്ന് തന്നെ എന്ന് പറയുമ്പോൾ അതിന് കീഴടങ്ങുക എന്നത് മാത്രമാണോ CPIക്ക് മുന്നിലെ വഴി? ഡാൻ, എതിർസ്വരവും അമർഷവും പരസ്യമാക്കുക എന്നതിനപ്പുറത്തേക്ക് മുന്നണി വിട്ടുപോകാനോ മറ്റൊരു മുന്നണിയുടെ ഭാഗമാകാനോ ഒന്നും സാങ്കല്പികമായി പോലും CPIക്ക് കഴിയില്ല. ഈ പെറുപെറുപ്പും മുറുമുറുപ്പും ഒക്കെ ഉണ്ടെങ്കിലും
മുന്നണിയിൽ തന്നെ LDF-ൽ തന്നെ തുടരുക എന്നത് മാത്രമാണ് അവരെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം. വിയോജിപ്പുകൾ ഉണ്ടാകാം, അത് പക്ഷേ അവർ പരസ്യമായി പ്രതികരിക്കുന്നുണ്ടാകാം, മുന്നണി യോഗത്തിൽ അത് ഉന്നയിക്കുകയും ചെയ്യുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇതൊരു രണ്ട് വഴിയിലേക്ക് എന്ന തലയിൽ രാഷ്ട്രീയമായി പോകാൻ കഴിയുന്ന പശ്ചാത്തലമല്ല. കാരണം CPIക്ക് തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. CPM-ന്റെ കൂടെ പിന്തുണയില്ലാതെ അവരുടെ മണ്ഡലങ്ങളിൽ അവർക്ക് ജയം ഉറപ്പാക്കാനാവില്ല, അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങാനാകില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു അനുനയ നീക്കത്തിനായി മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഇടപെടുമോ? CPI നേതൃത്വവുമായി ചർച്ച നടത്തി അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുമോ? അത് മാത്രമാണ് ഇനി വ്യക്തമാകാനുള്ളത്. CPI അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ നിമിഷവും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് വേണമെന്ന നിലപാടിൽ CPI ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കുമ്പോഴും അത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. അത് CPM-ന് അവകാശപ്പെട്ടതാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനത്തിനുള്ള സാധ്യത ഇനി നന്നേ കുറവാണ് എന്ന സൂചനകൾ തന്നെയാണ് മുന്നണിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്നത്. യെസ്, ഇതാണ് സാഹചര്യം. മുന്നണിയിൽ കെട്ടുറപ്പിനെ ബാധിച്ചിട്ടില്ല, മുന്നണിയിൽ ഒറ്റക്കെട്ടാണ് എന്ന് പറയുമ്പോൾ പോലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആർക്ക് എന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രതിപക്ഷ നിരയിലേക്ക് ഇടതുപക്ഷം എത്തി മാസങ്ങൾ പിന്നിടുമ്പോഴും തീരുമാനമാകുന്നില്ല. കഴിഞ്ഞ ദിവസവും നടത്തിയ പ്രതികരണങ്ങൾ, പിണറായി വിജയനും ബിനോയ് വിശ്വനും നടത്തിയ പ്രതികരണങ്ങളിൽ തന്നെ ആ പ്രകടമായ അഭിപ്രായ ഭിന്നത നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അവരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. LDF ഒന്നിച്ച് പോകുന്നതിനൊന്നും വിഷമമില്ല കേട്ടോ. LDF കഴിഞ്ഞ ദിവസം ആലോചിച്ചു, കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതിനൊന്നും ഒരു പ്രയാസമില്ല. ഇത് LDF-ന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞതുപോലെ ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ബേജാറാവണം. അതൊക്കെ ബോധ്യപ്പെടും, ഒരു പ്രശ്നം. ബാക്കി പിന്നെ പറയാം. കത്ത് ഞാനല്ലേ എഴുതി കൊടുക്കേണ്ടത്, കത്ത് കൊടുക്കും. അതിലൊരു സംശയമില്ല, CPM നേതാവിന്റെ പേരായിരിക്കും. ഒരു മാറ്റം ഉണ്ടാകും. ഞാൻ കേട്ടില്ല, വിശ്വസിക്കുമെന്ന് പറയുമെന്ന് വിശ്വസിക്കാനാകുന്നില്ല. മറ്റൊന്നുകൊണ്ടുമല്ല, LDF-ലെ പ്രതിപക്ഷ നേതാവ് പദവി കഴിഞ്ഞ കുറേ കാലമായിട്ട് CPI-യും CPM-ഉം തമ്മിൽ നടക്കുന്ന ചർച്ചാ വിഷയമാണ്. ആ ചർച്ചയിൽ CPI-യുടെയും CPM-ൻ്റെയും ഇവിടുത്തെയും ഡൽഹിയിലെയും നേതാക്കന്മാരും ഘടകങ്ങളും ഇൻവോൾവാണ്. ഇതൊരു തർക്ക വിഷയമാണ്. ആ വിഷയത്തിൽ ഇപ്രകാരം ഒരു രീതിയിൽ സഖാബ് പിണറായി വിജയൻ പറയുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അഥവാ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അദ്ദേഹം നയിക്കുന്ന പദവിക്ക്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വതയ്ക്ക് നിരക്കുന്ന ഒരു പ്രസ്താവന അല്ല അതെന്ന് പറയാൻ നിർബന്ധിതനാണ്.